റാണിയമ്മയില്ലേ, നമ്മുടെ പപ്പയുടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതില് നീ തന്നെ തിലകം ചാർത്തണമെന്നാ ആഗ്രഹിക്കുന്നത്. ചാർത്തുമല്ലോ അല്ലേ? ഇങ്ങനെ മിടുക്കാനായിരിക്കണം. പോവാം. ഞാൻ നിനക്ക് വാക്ക് നൽകുന്നു ശരൺ മോനെ. നിനക്ക് പൂർത്തിയാക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പൂർത്തിയാക്കും. ആരാണ് ഓർത്തത് സന്തോഷത്തിന്റെ തിരയിളക്കം ഒരു ശവാടക്കത്തിൽ പോയി നിൽക്കുമെന്ന്? ഏത് രാജസിംഹാസനത്തിൽ ഇരുന്നാണോ ശരണ്ടെ രാജതിലകം നടക്കേണ്ടിയിരുന്നത്, ആ രാജസിംഹാസനം എങ്ങനെ ഒഴിഞ്ഞു കിടക്കുമെന്നുള്ളത്? ഇല്ല മോഹിനി, അത് അതേപടി തുടരുകയില്ല. ശരൺ ബണ്ണ ഒരുപക്ഷെ നമ്മുടെ കൂടെ ഇല്ലായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥൻ എപ്പോഴും ഈ രാജകൊട്ടാരത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ രാജ്, അതാ വീർഗഡിന്റെ ഭാവി രാജാവ് അവിക് ശരൺ സിംഗ് രജാവൻ. വാതുറക്കാൻ കഴിയാത്ത ചുണ്ടലിക്കുഞ്ഞ് രാജാവ്. വാ മോനെ അവിക് ബന്ന. ഇപ്പോൾ നീ പോയി നിന്റെ അച്ഛന്റെ നെറ്റിയിൽ പൊട്ടുവെക്കണം. എന്നിട്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങണം. നീയും അച്ഛനെ പോലെ തന്നെ വീർഗഡിന്റെ രാജാവാകണം. ഇതേ സിംഹാസനത്തിൽ തന്നെ ഇരിക്കണം. ഐ മിസ് യു മമ്മി പപ്പ. നിങ്ങളില്ലാത്ത ഈ ലോകത്ത് എനിക്കൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല പപ്പ. എനിക്കൊന്നും കഴിക്കാനും തോന്നുന്നില്ല, എങ്ങോട്ട് പോകാനും തോന്നുന്നില്ല. നമ്മുടെ അവിക്, അവന്റെ അവസ്ഥ കണ്ടില്ലേ? വളരെ ദയനീയ. അവൻ ആരോടും സംസാരിക്കുന്നില്ല, എന്നോട് പോലും സംസാരിക്കുന്നില്ല. ദയവായി ആശീർവദിച്ചാലും ധൈര്യം തന്നാലും എങ്കിലും അവിക്കിന് പെട്ടെന്ന് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ പറ്റൂ. അവിക് ബണ്ണ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? കുഞ്ഞ് അവന്റെ അച്ഛന്റെ ആ ഫോട്ടോ കണ്ടിട്ടാണ് പേടിക്കുന്നത് റാണിയമ്മേ. 15 ദിവസമായി അവൻ അവന്റെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ആ കുട്ടിയെ കൊണ്ട് വീർഗഡിന്റെ ഭരണം ഏറ്റെടുക്കാൻ കഴിയുമോ? നമ്മളെല്ലാവരും എത്രയോ വർഷങ്ങളായി ഒരു രാജാവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അറിയോ, 12 വർഷങ്ങൾ കഴിഞ്ഞു റാണിയമ്മേ. ജനങ്ങൾ ഇനിയും എത്ര നാൾ കാത്തിരിക്കണം? ഇനിയും 12 വർഷമോ? അവിക്കിന് 18 വയസ്സാകുന്നത് വരെ? അത്രയും കാലം നമുക്ക് കാത്തിരിക്കാൻ കഴിയുമോ? ഇനിയും നമ്മൾ ഇതുപോലെ താമസിപ്പിക്കാനാണ് ഭാവമെങ്കിൽ വീർഗഡിലെ ജനങ്ങളുടെയും ഇവിടുത്തെ ആൾക്കാരുടെയും വിശ്വാസം നഷ്ടപ്പെടും. ജനങ്ങൾക്ക് നമ്മൾക്കെതിരെ ശബ്ദമുയർത്തി പ്രതിഷേധം ഉയർത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നമ്മുടെ പൃഥ്വിയെ സിംഹാസനത്തിൽ ഇരുത്തി അനന്തരാവകാശിയായി പ്രഖ്യാപിക്കണം. ഒരു സെക്കൻഡ്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നിങ്ങൾ അങ്ങനെ എല്ലാം തമാശയായിട്ട് കാണരുത്. സിംഹാസനത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ്. ഈ അവസ്ഥയില് ഞാൻ ഈ ചുമതല ഏൽക്കില്ല. എനിക്ക് വേണ്ട. എന്താ ഞാൻ? നിങ്ങളല്ലാതെ വേറെ ആരാ? നിങ്ങൾ ഈ വീട്ടിലെ മൂത്ത പുത്രനാ. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. ശരണേട്ടൻ പോയിട്ട് 1 മാസം പോലും ആയില്ല, പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി സിംഹാസനത്തിൽ ആരിയ്ക്കുമെന്ന് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നല്ലേ? നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ പക്ഷെ ഞങ്ങൾക്ക് പാരമ്പര്യം സംരക്ഷിക്കണ്ടേ? നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. ഈ കൊട്ടാരത്തിൽ എന്തൊക്കെയോ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരിക്കലും വീർഗഡിന് അന്യായം സംഭവിക്കാൻ അനുവദിക്കരുത്. ഞാൻ വീർഗഡിന്റെ രാജാവിന്റെ പേര് ഇപ്പോൾ ഈ നിമിഷം തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഒരു കാര്യം പറയട്ടെ, ഒരു ദിവസം വരും, ആ സമയത്ത് നിനക്ക് അമ്മയും അച്ഛനുമാണോ അത് അവീക്കാണോ എന്ന് തിരഞ്ഞെടുക്കേണ്ടി വരും. ആ സമയത്ത് നീ അവീക്കിനെ തിരഞ്ഞെടുക്കാം. I promise you, Papa.
വീർഗഡിന്റെ അടുത്ത രാജാവാകാൻ പോകുന്നത്. പപ്പയുടെ പിൻഗാമി അവിക്കാണ്. അവനാണ് രാജാവാകേണ്ടത്. ഇത് പപ്പയുടെ ആഗ്രഹമായിരുന്നു. ഞാൻ എന്റെ പപ്പയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങൾക്കും ഒരു വാക്ക് തരിക. 12 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന പൂജയ്ക്ക് ഞാൻ അവിക്കിനെ തയ്യാറാക്കും. കൊള്ളാലോ. വലിയ വലിയ ഡോക്ടർമാരെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് ഇവിടെ ചെയ്യാന്ന് പറയുന്നത്. ഞങ്ങൾക്കിടയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ നീ ആരാണെന്നാണ് വിചാരം? റാണിയമ്മ, നീ പറയുന്ന കാര്യം കേൾക്കേണ്ട അത്രയും ദയനീയ അവസ്ഥയായിട്ടില്ല ഈ രാജകുടുംബത്തിന്. ശരിയല്ലേ റാണിയമ്മേ? റോജ പറയുന്നത് വളരെ ശരിയാണ്. ഈ കാര്യം നിന്നെയോ റോജയോ സംബന്ധിച്ചുള്ളതല്ല മോഹിനി. ഇത് ശരൺ ബണ്ണയെ സംബന്ധിച്ചുള്ളതാണ്. അവന്റെ ആഗ്രഹം, എന്റെ മകൻ ആഗ്രഹിച്ചത് അവന്റെ മേലുദ്യോഗസ്ഥൻ, അതായത് അവിക്, വീർഗഡിന്റെ രാജാവാകണമെന്നാണ്. അതുകൊണ്ട് ഇവനൊരു അവസരം നൽകണം. ഒരു ദിവസം, നിനക്ക് ഒരേ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ശരണ്ന്റെ ഫോട്ടോയെ നമസ്കരിച്ച് അവിക്ക് അനുഗ്രഹം വാങ്ങി തലയിൽ തലപ്പാവും അണിഞ്ഞാൽ വീർഗഡിന്റെ രാജാവ് പിന്നീട് ഇവനായി. ഇതെന്റെ വാക്കാണ്. വാ പോവാ. നിങ്ങളും എൻ്റെ കൂടെ വരൂ. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കണ്ടില്ലേ, രാജസിംഹാസനത്തിനോടുള്ള ആർത്തി അവൾക്കുള്ളിൽ എത്രയുണ്ടെന്ന്. അത് നേടിയെടുക്കാനായി തന്റെ മൂകനായ അനിയനെ പോലും ബലി കൊടുക്കാനായി അവൾ തയ്യാറാവുകയാണ്. സത്യമായിട്ടും ഈ റോജ അങ്ങനെ തന്നെയാണോ? ഈ രാജകീയ തലപ്പാവ് എനിക്കെന്റെ ശിരസിലെ കിരീടമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അവിക് ജീവിതകാലം മുഴുവൻ ഒരു മൂകനായി തന്നെ തുടരേണ്ടതുണ്ട്. 15 ദിവസമായിട്ട് ഒന്നും സംസാരിക്കാതിരുന്ന ചെക്കൻ നാളെ വല്ല കച്ചേരി നടത്തുന്നാണോ പറയുന്നത്? എനിക്കിപ്പോ അവിക്കിന്റെ കാര്യത്തിലല്ല പേടി, ആ റോജയുടെ കാര്യത്തിലാണ്. ഇങ്ങോട്ട് നോക്കി. നല്ല ഭംഗിയില്ലേ? ഇങ്ങോട്ട് നോക്കിക്കേ. നമുക്ക് ഇവിടെ ഒരു പക്ഷിയെ വരച്ചാലോ? നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ? ഇഷ്ടപ്പെട്ടോ? അവിക്, ഇങ്ങോട്ട് നോക്ക്. എന്താ വരച്ചിരിക്കുന്നത് നോക്കിക്കേ. നല്ല ഭംഗിയുള്ള വീട്. അവിക് ശാന്തനായിരിക്കുന്നതിലൂടെ 2 നേട്ടങ്ങളുണ്ടച്ച. ഒന്നവൻ മൂകനായി തന്നെ ഇരിക്കുകയാണെങ്കിൽ പിന്നീട് അവന് ഒരിക്കലും ഒരു രാജാവാകാനാകില്ല. രണ്ടാമത്തേത്, റോജയോടോ മറ്റാരോടെങ്കിലുമോ നടന്ന സംഭവത്തിന്റെ സത്യാവസ്ഥ അവന് പറയാനാവില്ല. ശരി, പോട്ടെ. ഒരു ദിവസത്തേക്കല്ലേ. ഒരു നൊടിക്കുള്ളിൽ എല്ലാം അവസാനിക്കാം. അതിനുശേഷം പുതിയ സൂര്യൻ വരും. അത് ഉറപ്പായിട്ടും പുതിയ രാജാവായി വരും. അതെ, പക്ഷെ അച്ഛാ, ഈ രാത്രി നീണ്ടത് മാത്രമല്ല, പക്ഷെ ഭയപ്പെടുത്തുന്നത് കൂടിയായിരിക്കും. ഇനി എങ്ങാനും റോജ അവിക്കിനെ നേരെയാക്കി എടുക്കുകയാണെങ്കിൽ? ഞാനല്ലേ പേടിക്കേണ്ടത്, നീയല്ലല്ലോ. നീ പപ്പയുടെ ബ്രേവ് ബോയാ.
ഐ പ്രോമിസ്, നിന്റെ മനസ്സിലുള്ള ഭയം ഞാൻ മാറ്റിത്തരും. ആ റോജ പരമാവധി ശ്രമിച്ചു നോക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അവിക്കിനെ ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല. എന്താങ്കിൽ ഇതൊക്കെ? നിങ്ങൾക്ക് എപ്പോഴും അവിക്കിന്റെയും റോസിന്റെയും പിന്നാലെ നിൽക്കാൻ പറ്റുമോ? ലിക്കർ ഫാക്ടറിയുടെ കാര്യത്തിൽ കുറച്ചെങ്കിലും ശ്രദ്ധ വേണം. അതിനെക്കുറിച്ച് നിങ്ങൾ ഒന്നും പറയുന്നില്ല. ശരി തന്നെയാണ്, പക്ഷെ ആകെ ഇനി ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ പവർ നമ്മുടെ കയ്യിലിരിക്കും, അതുപോലെ പൈസ നിന്റെയും. ശരി ചേച്ചി, ഞാൻ ഇപ്പൊ എന്തായാലും പോവാ. പിന്നെ ഒരു കാര്യം, നാളെ കാലത്ത് എഴുന്നേറ്റ ഉടനെ വീർഗഡിന്റെ മഹാറാണിയായി എനിക്ക് ചേച്ചിയെ കാണണം. നിന്റെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ പവർ ഒരിക്കലും നേടാനാവില്ലായിരുന്നു. നന്ദിയുണ്ട് സഹോദര. ശരി ശരി, നിങ്ങൾ എന്റെ ചേച്ചിയല്ലേ. നിങ്ങൾ ഇവിടുത്തെ മഹാറാണിയായി കാണാനാ ഞാൻ കൂടെ നിൽക്കുന്നത്. അതെ, വേഗം നിങ്ങൾ മഹാറാണിയാവണം. ഇല്ല റോജ, നീ കരയാൻ പാടില്ല. നിന്റെ കണ്ണുനീർ ആവിക്കെന്നെ ബലഹീനനാക്കും. നീ ഇപ്പൊ അവന്റെ ചേച്ചി മാത്രമല്ല, നീയായിപ്പോ അവന്റെ അമ്മ, നീയായിപ്പോ അവന്റെ പപ്പ. നിനക്ക് എന്ത് പറ്റി? നീ എന്തിനാ പേടിക്കുന്ന ആവിക്? നിന്റെ ചേച്ചി നിന്റെ കൂടെ തന്നെ ഉണ്ട്. നോക്ക്, നീ ചേച്ചിയെ നോക്ക്. നോക്ക് മോനെ. ആവിക്കിനിപ്പൊ തീ എന്ന് വെച്ചാ പേടിയാണ്. അതുകൊണ്ടായിരിക്കും അവൻ പപ്പയുടെ ഫോട്ടോയ്ക്ക് തിലകം ചേർത്താതിരുന്നത്. ആവിക്, നീ ഒരു കാര്യം കാണിച്ചുതരാം. ഇങ്ങോട്ട് അടുത്ത് വന്നേ. ഇങ്ങോട്ട് വാ. ഇത് കണ്ടോ? ഇത് നീ തീയാണെന്ന് വിചാരിച്ചാൽ ഇത് നിന്നെ വീണ്ടും പേടിപ്പിക്കും. ഇത് വെളിച്ചമാണെന്ന് കരുതി നോക്ക്. അപ്പൊ ഇത് നിനക്കൊരു വഴി കാണിച്ചു തരും. പേടിക്കല്ലേ. ഇത് വെളിച്ചമാണെന്ന് വിചാരിച്ച് നീ ഒന്ന് ഊതിക്കേ. തീർച്ചയായും ഇത് നിനക്കൊരു വഴി കാണിച്ചു തരും. ആവിക്, നീ എന്തിനെങ്ങനെ പേടിക്കുന്നേ? എന്റെ അനിയൻകുട്ടൻ പപ്പയെ പോലെ ബ്രേവ് അല്ലേ? നീ ഒരു രാജാവിന്റെ മകനാ. നോക്ക്, ധൈര്യം നിന്റെ രക്തത്തിൽ തന്നെയുണ്ട്. ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് മോനെ. ഇപ്പൊ ഇങ്ങോട്ട് നോക്ക്. ഇന്നത്തെ കാലത്തെ ഈ ജനറേഷൻ തോറ്റു കഴിഞ്ഞാലും തോൽവി സമ്മതിക്കേയില്ല. ഇനി നാളെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകി കാണുമ്പോ അപ്പോഴാണ് ശരിക്കുള്ള സന്തോഷം കിട്ടാൻ പോകുന്നത്. ഇപ്പൊ നോക്കിയോ കളി എങ്ങനെ വരുന്നെന്ന്. സമീർ ഭായ്, എന്താ ഇത്? റിയൽ ലൈഫിൽ നിങ്ങൾ എപ്പോഴും ജയിക്കുന്നത്, ഈ ഗെയിമിലെങ്കിലും എന്നെ ഒന്ന് ജയിക്കാൻ വിട്. നെവർ. ഗെയിം ആണെങ്കിലും റിയൽ ലൈഫ് ആണെങ്കിലും സമീർ ചേട്ടൻ ഒരിക്കലും തോക്കില്ല. കമോൺ ചേട്ടാ. About to end the game is ജയിച്ച്. എനിക്കറിയാം എന്റെ പപ്പയും മമ്മിയും മരിച്ചതിൽ നിനക്ക് ഒട്ടും തന്നെ സങ്കടമില്ലാന്ന്. ബട്ട് അറ്റ്ലീസ്റ്റ് അല്പെങ്കിലും മനസാക്ഷി വേണ്ടേ? മറ്റുള്ളവരുടെ വിഷമത്തിൽ സന്തോഷിക്കരുത്. നിന്റെ വേദന നിന്റെ മാത്രമാണ്. നിനക്കല്ലാതെ അതിനെക്കാളും വലുത് ആർക്കും അതൊക്കെ എനിക്കറിയാം. പക്ഷേ അതൊരിക്കലും നിനക്ക് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. പക്ഷെ ഇതെന്താ? ഇതൊക്കെ കുറച്ച് ദിവസമെങ്കിലും നിനക്ക് കളിക്കാതിരുന്നൂടായിരുന്നോ? ഞങ്ങൾ വെറുതെ ഗെയിം കളിക്കല്ലായിരുന്നോ? നീ ആ കൺട്രോളറിങ് ആണേ. സത്യം പറഞ്ഞ നിനക്ക് നിന്റെ ജീവിതം പോലെ കളിയാണ് സമീർ. പണക്കാരനായ അച്ഛന്റെ പണക്കാരനായ മകനല്ലേ? പക്ഷെ ഞാൻ പറയാൻ പോകുന്ന വാക്കുകൾ നീ മറക്കരുത്. ഗെയിമിൽ മരിച്ചാൽ നിനക്ക് വീണ്ടും ജീവിക്കാൻ പറ്റും. പക്ഷെ റിയൽ ലൈഫിൽ അത് ഒരിക്കലും സാധ്യമല്ല. ഞാൻ നിനക്ക് തരില്ല. നീ കാരണം എന്റെ പാരന്റ്സ് എന്റെ കൂടെ ഇല്ലാത്തത്. അന്ന് നീ എന്നെ ആ കാറിൽ അടച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അവരെ രക്ഷിച്ചിട്ടുണ്ടാവും. സമീർ!
പ്ലീസ് തുറക്ക്. നീ ഒറ്റ കാരണം എന്റെ ജീവിതം മുഴുവൻ ഇപ്പൊ ഇരുട്ടിലായിരിക്കുന്നത്. I hate you, സമീർ. അയ്യോ, നമ്മുടെ രാജകുമാരന്റെ അവസ്ഥയൊന്ന് നോക്കിയേ. തല മൂടി അങ്ങ് കിടക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടേ. നമ്മുടെ രാജകുമാരന് വല്ലാതെ അങ്ങ് തണുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നെ കൊണ്ട് അവനിങ്ങനെ കിടന്ന് വിറയ്ക്കുന്നതൊന്നും കാണാൻ പറ്റുകയില്ല. ചെല്ല്, നീ ചെന്ന് തീ കത്തിക്ക. ശരി. പേടിക്കുന്നത്? പേടിക്കേ വേണ്ട മോൻ, ഇനി എന്തായാലും തണുക്കില്ല. ദാ നോക്ക്, തീയ കണ്ടില്ലേ നീ? ഇപ്പൊ തീ കത്തിച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പൊ നിനക്ക് തോന്നുന്ന എല്ലാ തണുപ്പും അങ്ങ് മാറിക്കെട്ടിക്കോളും കേട്ടോ. കൂടെ ഞാനില്ലേ. പിന്നെ എന്തിനാ മോനിങ്ങനെ പേടിക്കുന്നേ? അമ്മയും അച്ഛനും ഇല്ലെങ്കിൽ എന്താ? നിനക്ക് ഭാവിയിൽ എന്താ ആവശ്യം വന്നാലും ശരി, ഉടനെ തന്നെ അത് എന്നോട് പറയാൻ ഒട്ടും തന്നെ മടിക്കേണ്ട കാര്യമില്ല. നിന്റെ വല്യമ്മയല്ലേ ഞാൻ. ടേക്ക് കെയർ. നീ ഞങ്ങളുടെ ജീവിതത്തിൽ കയറി ഒരുപാട് കളിച്ചു. ഇനിയും അത് ആവർത്തിക്കരുത്. സമീർ ഭായ്, അവൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അത് എന്നോടല്ല, അവളോട് സ്വന്തമായിട്ടാ പറഞ്ഞത്. ഇത് ഏത് വിശ്വാസത്തിലാ നിങ്ങളിപ്പോ ഈ പറയുന്നത്? കാരണം ഞാനും എൻ്റെ അച്ഛനെ അമ്മയും വിട്ടുപോയതാ. എനിക്ക് അവളുടെ വേദന മനസ്സിലാവും. എനിക്ക് നന്നായി അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ വാതിൽ ആരാ പുറത്തുനിന്ന് കുറ്റിയിട്ടത്? അവിക്, എഴുന്നേക്ക്. ചേച്ചി നോക്ക്, അവിക്ക് എന്തു പറ്റുവനെ? നീ പേടിക്കല്ലേ, നിന്റെ ചേച്ചി കൂടെ തന്നെയുണ്ട്. നീ പേടിക്കല്ലേ, ഈ തീക്ക് നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. നമസ്കാരം മഹാറാണി, നീണാൾ വാഴട്ടെ. ഇന്നലെ രാത്രി നടന്നൊക്കെ കാണുമ്പോൾ റാണിയമ്മേ, എനിക്ക് തോന്നുന്നില്ല ഇന്ന് അവയ്ക്ക് ഇങ്ങോട്ട് വരുമെന്നുള്ളത്. ആ റോജ തീരെ ചെറിയൊരു പെണ്ണല്ലേ. അവൾ ഏതോ ആവേശത്തിൽ സംസാരിച്ചാണ്. അവൾ പറയുന്നത് അത്ര കാര്യമാക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ ഇത്രയും കാത്തിരുന്ന സ്ഥിതിക്ക് കുറച്ചു നേരം കൂടെ സഹിച്ചാ പോരെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറ, നമ്മൾ ഇനി എത്ര നേരം കാത്തിരിക്കണം? എന്താന്ന് വെച്ചാൽ രാത്രി മുതൽ എല്ലാരും കാത്തിരുന്നോണ്ടിരിക്കുക. ഈ റോജ റൂമിലില്ലല്ലോ. റൂമിലില്ലെങ്കിൽ പിന്നെ വേറെ എവിടെ പോയിട്ടുണ്ടാവും?
വലിയ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പോയതാണല്ലോ. പറ്റാതായപ്പോ ഇവിടുന്ന് ഓടിപ്പോയതാണോ? ഈ പെൺകുട്ടിയിൽ നിന്ന് നിങ്ങൾ വേറെ എന്താ പ്രതീക്ഷിക്കുന്നത്? അതിപ്പോ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ വിചാരിച്ചതുപോലെ ആ പെണ്ണെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെങ്കിലും നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കുറിച്ച് ആലോചിക്കണമല്ലോ. അതല്ലേ വേണ്ടത്? ദേ നോക്കൂ രാജ്, ഞാൻ പറയുന്നത് പോലെ ആരുടെയും വാക്ക് കേൾക്കാതെ പൃഥ്വിയെ രാജാവാക്കുന്നതാണ് നല്ലത്. ആ, അച്ഛൻ പറയുന്നത് കാര്യമായിട്ടുള്ള കാര്യമല്ലേ? നിങ്ങളുടെ ചുമതലകളിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒളിച്ചോടാൻ പറ്റില്ല. എല്ലാവരും പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നത് നിങ്ങളെയാണ്. ദാ കണ്ടില്ലേ റാണിയമ്മ, ദാ അദ്ദേഹം തയ്യാറാ, നോക്ക്. സമീർ, ആ നീയും ഇദ്ദേഹത്തിന്റെ കൂടെ പോയിട്ട് വാ. തലപ്പാവ് മുകളിലുണ്ട്, അതെടുത്തുകൊണ്ട് വരാനുള്ള സമയമായി. വാ, നമുക്ക് പോയാലോ? പൂജയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി മഹാറാണി. രാജകുമാരൻ അവിക്കും പൂജയ്ക്കായി ഇവിടെ വന്നു.